ചെവി കിടന്ന് കാറാതെ ചേക്ക. ഇത്രയ്ക്ക് വേദന സഹിക്കാൻ പറ്റാത്ത ആളെന്തിനാ പിന്നെ തല്ലുണ്ടാക്കാൻ പോയേ? ഞാനൊന്നുമല്ല. ഹായ് ശരി, ഇയാള് തല്ലുണ്ടാകാതെ പിന്നെ കാലിന് ഇത്ര പരിക്ക് പറ്റൂ? എന്റെ പൊന്നമ്മച്ചി, അത് അമ്മച്ചിയോ? അല്ല ചേച്ചി. ചേച്ചി ഇത് കേക്കണം. ഞാൻ ചുമ്മാ ഇവരുടെ കൂടെ അടിയെന്ന് കേട്ടപ്പോ അങ്ങോട്ടൊന്ന് പോയതാ. പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. കണ്ണോർന്നപ്പോ ഞാനിവിടെ കരയണ്ട. കുറച്ചു നേരം എന്നാ ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്ക. അത് കഴിഞ്ഞാ ക്ലാസ്സിൽ പോകാം. എന്നാ പിള്ളേരെ, നിങ്ങൾ ഇവിടെ നിൽക്കുമല്ലോ അല്ലേ? ആ ചേച്ചി, ഞങ്ങള് നിന്നോളാം. കാൽ ரொம்ப വലിക്കതാ? നല്ല സുഖമുണ്ട്. വേണ്ട നീ. അയ്യോ, എന്ത് പടി അങ്ങേര് വല്ല ബുൾഡോസർ ഉണ്ടായതാണോ? അത് പിന്നെ എന്നാലും എന്തൊക്കെ ഇവിടെ ഉണ്ടായേ? വേറെ ആരും അല്ലടി കൊച്ചേ, എന്റെ ഫ്രണ്ടിനെ. പിന്നെന്താ, എപ്പ ചെയ്തെന്ന് പറഞ്ഞ പോരെ അണ്ണാ. ഇങ്ങ വന്നില്ല. എന്തുവാടത്? ഇതിനെന്തൊരു ധൈര്യ? ആർക്കറിയാം. നീ എന്തെങ്കിലും ചെന്ന് നിക്ക്. പറയട്ടെ അണ്ണാ. പണ அண்ணா, நான் இது சொல்லியாகணும். அது வந்து நீ அவ்வளோ அழகு. நான் சும்மா கேட்பக்கு இருந்து எல்லாமே ஸ்கேப் பண்ற வேலைதா உங்களை பார்த்து ஃபர்ஸ்ட் பார்வையிலே பிடிச்சு போச்சுப்பா. உன்னோட அந்த பார்வை, அந்த லிப்ஸ், ஃபேஸ், அப்புறம் இது ஃபிகர், இடுப்பு, உன்னோட என்னங்க ഇയാള് വർണ്ണിക്കൽ നിർത്തുങ്കോ, പ്രപ്പോസൽ பண்ணுங்கோங்கோ. அதுதான் பண்ணிட்டு இருக்கு. சொல்ல நல்லா கவனிக்கண்ணா. கவனிக்கல பணா. ஓகே அண்ணா, உங்களை முழுசா எனக்கு பிடிச்சு போச்சு. இப்போது இங்கே எனக்கு தெரியல, இனிமே எனக்கு வெயிட் பண்ண முடியாதண்ணா. ஐ லவ் யூ அண்ணா. எனக்கு பிடிக்கும் சொல்லு சொல்லண்ணா. അത് കൊണ്ട് പൊങ്ങളെ. എന്താണ്? അക്ഷര മിസ്റ്റേക്ക്. പെങ്ങളെ, നീ നല്ല കുട്ടിയൊക്കെ തന്നെയാ, നല്ല കമ്പനിയുള്ള കൊച്ച്. പക്ഷേ എനിക്ക് നിന്നെ പിടിക്കാതെ കുട്ടി വേറെ ആളെ നോക്കുമ്പോ அழுக்க பயலே, என் மூஞ்சியை பார்த்து பிடிக்கிறேன்னு சொன்னியா நீ? அயோத்தி நாயே, உனக்கு எவ்வளவு தைரியம் இருந்தா இப்போ என்கிட்ட இப்படி பேசுற? இன்னைக்கு என்னோட ஃபர்ஸ்ட் டே. அடுத்த 10 வாரத்துக்கு அப்புறம் இந்த டைமே நான் உன்னை கொன்னு உன் ரத்தத்தை கொடுத்து மைக்கேல் ஜாக்சனோட டெய்லி சாப்பிடுவேன். என்னடா ഇത് കടിക്കൂ? നോട്ടങ്ങളുടെ തിന്നുന്ന തോന്നുന്നേ. എന്തിനും ഒന്ന് പറഞ്ഞതിന് ഇവിടെ പറഞ്ഞൂടാ. ജാനിമോളെ, ഇങ്ങോട്ട് നോക്കിക്കേ. ചേട്ടൻ ചുമ്മാ പറഞ്ഞതല്ലേ. മോൾ അടിപൊളിയാ, ചേട്ടൻ ഇഷ്ടായി. நிஜமா? ஆமா நிஜமா. தேங்க்யூ அண்ணே. ஆனா நான் பாட்டி சொல்லட்டுமா? ஓ, முழு வர. ஆக்சுவலி எனக்கு ஒண்ணு மட்டும் இல்லை, இந்த ஆளையும் பிடிச்சு வச்சு. മാതാവേ, ഞാനോ? അയ്യോ, അടുത്തൊരു ഗംഗയെപ്പിടി കാണാനുള്ള ത്രാണ് എനിക്കില്ല. ആരെയൊന്നും വന്ന് രക്ഷിക്കണേ. ചേട്ടാ, ചേട്ടനൊന്നും പറഞ്ഞില്ല. ഫാന്റാസ്റ്റിക്, എക്സലന്റ്, ബ്യൂട്ടിഫുൾ. ഒന്ന് പിടിച്ച് മാറ്റടാ.
ജാനിമോളെ, നമുക്കിതാ പിന്നെ കാണാട്ടോ. ഞങ്ങൾക്ക് കുറച്ച് പണിയുണ്ട്. അതാ, എന്നാ ശരി, ഓക്കെ. അല്ല ചേട്ടാ, ആൻസർ. എന്റെ പൊന്നു മോളെ, ഇപ്പൊ ടൈമില്ല. എന്തു വാടിയത്? നിനക്ക് ഇത്രക്കൊക്കെ ധൈര്യം ഉണ്ടായിരുന്നു? അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല കുഞ്ഞെ. ഇപ്പൊ അറിഞ്ഞില്ലേ മോളെ? എന്നാലെന്റെ ജാനു. എന്താ വിളിച്ചേ? ജാനുന്ന് എന്തേ കൊള്ളൂല്ലേ? ഹേ, എന്നെ വീട്ടിലെല്ലാരും അങ്ങനെ വിളിക്കാം. ഓ അങ്ങനെ. എന്തായാലും മോളെ, നീ വേറെ ലെവല് തന്നെയാ. എനിക്കിഷ്ടായി. ഹാ, അതല്ലേ അങ്ങനെയല്ലേ വരൂ. മറ്റൊരു കോഴിക്കല്ലേ വേറൊരു കോഴിയുടെ മനസ്സറിയൂ. ഹൈ, ശരി. അപ്പോ യു മീൻ ഹീസ്? യെസ്, ഓഫ് കോഴ്സ്, എ വേൾഡ് വൈഡ് ചിക്കൻ. പോടാ കോപ്പേ, അന്നേരം നിനക്കൊന്നും ആ ഒരു ഫീല് പറഞ്ഞാൽ മനസ്സിലാകില്ല. അത് മനസ്സിലാകണമെങ്കിൽ സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം. ഉവ്വ, കോഴിയാകാനുള്ള സെൻസ് അല്ലേ എനിക്ക് വേണ്ട, വേണ്ടാത്തോണ്ട. അല്ല, നിങ്ങളേത് ഡിപ്പാർട്ട്മെന്റ്? ഞങ്ങള് മെക്ക, നിങ്ങളോ? ഹേ, ഞങ്ങളും. അപ്പോ ഫ്രണ്ട്സ്? പിന്നല്ല. എടി കുഞ്ഞാ, നിന്നെ ഞാൻ എവിടൊക്കെ നോക്കി. നിന്നോട് ഞാൻ ആ ഗേറ്റിന്റെ ഫ്രണ്ടിൽ നിൽക്കാനല്ലേ പറഞ്ഞേ, പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് പോന്നേ? ഹാ, അതൊന്നുമില്ല ചായ. സീനിയേഴ്സ് വിളിച്ചപ്പോ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നതാ. സീരിയസോ? എന്തിന്? വെറുതെ ചുമ്മാ പരിചയപ്പെടാൻ. ഹായ്, ശരി. എന്നിട്ട് പരിചയപ്പെട്ടോ? പിന്നെ വല്ലാണ്ട്. അല്ല, കുഞ്ഞിച്ചായനവിടെ? കുഞ്ഞിച്ചായന? അതാരാ? ഓ, എടാ പൊട്ട റോഷൻ. ഓ ലവൻ. ശേ, ഞാൻ പെട്ടെന്നതങ്ങ് മറന്നുപോയി. നീ മറക്കും, മറന്നില്ലേ അത്ഭുതമുള്ളൂ. കുഞ്ഞാ, എടി അവൻ ധ്രുവയുടെ കൂടെയാ. വരേണ്ട സമയമായിട്ടുണ്ട്. ഓ, പിന്നെ ഇച്ചായ, ദേ ഇതാ ജനനി. ഇച്ചായൻ കണ്ടിട്ടില്ലല്ലോ. ഹാ മോളെ, ഇവിടെ വിളിക്കുമ്പോ ഒക്കെ നിന്നെ പറ്റി പറയാറുണ്ട്. അല്ല, ഇവരൊക്കെ? ഇത് ഞങ്ങളുടെ ന്യൂ ഫ്രണ്ട്സാ, ഇപ്പൊ പരിചയപ്പെട്ടേ ഉള്ളൂ. ഇത് ശ്രീറാം ആൻഡ് ഇത് ജാക്സൺ. പിന്നെടാ, ഇതെന്റെ ഇച്ചായൻ. ഹോ, നൈസ് ടു മീറ്റ് ചേട്ടാ. അത് ഇച്ചായന്റെ ബെസ്റ്റ് ഫ്രണ്ട് എബിനിച്ച. ഹലോ ചേട്ടാ, ചേട്ടൻ എന്ത് ചെയ്യുന്നു? എന്തു പാടാ നീ ചോദിക്കണം പൊട്ട? സോറിടാ, പെട്ടെന്നൊരു അബദ്ധം. നിങ്ങളിത് കാര്യാക്കണ്ട, ഇവൻ ജനിച്ചപ്പോഴേ ഇങ്ങനെയാ. ഹാ, അതെ അതെ. എനിക്കിനി ഒരു ഇച്ചായൻ കൂടെ ഉണ്ട്. പുള്ളി ഇപ്പൊ ഇവിടെ കാണാനില്ല, കാണുമ്പോ. ഇതെന്താ പിള്ളേരെ കൂടുന്നേ? എന്താ സംഭവം? ആവോ, എന്തോ ഇത്. അതെ അതെ, ഒന്ന് നിന്നെ. എന്താ എന്താ പ്രശ്നം? അത് ചേട്ടാ, ഗ്രൗണ്ടിൽ നല്ല തല്ലി നടക്കാം. സൂപ്പർ സീനിയേഴ്സും പിന്നെ ധ്രുവ ചേട്ടനൊക്കെ ഉണ്ടെന്ന് കേട്ടെ. ഈശോയെ, ധ്രുവയോ? എടാ വാടാ, അല്ലെങ്കിൽ അവിടെ പൊളി നടക്കും. ഡാ വാടാ, നമുക്കും കൂടെ ഒന്ന് പോവാം. എന്തു പാടാ ഇത്? ഇവിടെ നിന്നാണോ നമ്മൾ അവൻ ആളെ നോക്കാൻ പോണേ? ആർക്കറിയാം. നീ ഇപ്പൊ വാ, അവന്റെ കൂടെ തന്നെ ഉണ്ടായാലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റൂ. ഈശോയെ, ദേണ്ടടാ ധ്രുവ. ധ്രുവ മാത്രല്ലടാ, ദേണ്ടടാ റോഷനുണ്ട് കൂടെ. നോക്കി നിക്കാണ്ട് വാടാ, പോയി പിടിച്ചു മാറ്റാം. കടവുളെ അണ്ണൻ. അണ്ണനാ? യാ, ആ റെഡ് ഷർട്ടിട്ട ചേട്ടന്റെ മൂന്നടിച്ച് പരത്തുന്ന ചേട്ടനെ കണ്ടു. അതാണ് ഇവളുടെ ചേട്ടൻ.
ധ്രുവ. അപ്പോ മറ്റേത്? എന്റെ കുഞ്ഞിച്ചായൻ. ഏ എടാ വേണ്ടടാ, മതി ധ്രുവ. റോഷ പറയണത് കേക്ക് മതി. ഡാ ഒന്ന് പിടിച്ച് മാറ്റടാ പ്ലീസ്. ഞങ്ങളോ? ഡാ ഒന്ന് പോയി പിടിച്ച് മാറ്റടാ. ആ ശരി, എടാ വാ. എന്റെ അമ്മച്ചി. ഡാ. Criminal offensive side. ഉഫ്, അമ്മേ ആലോചിക്കാൻ കൂടി വയ്യ. ഇവൻ വീണപ്പോ ഇവനെയും പിടിച്ച് സിക്ക് റൂമിൽ വന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. നിങ്ങളുടെയൊക്കെ ഏട്ടന്മാര്. ഉഫ്. എടാ ഓക്കെ ആയോ? എങ്ങനെയുണ്ട്? ഹാ, ചേട്ടനാർന്നോ? അല്ല, മറ്റേ ചേട്ടന്മാരെന്തേ? അവര് പ്രിൻസിയുടെ റൂമിലുണ്ട്. കുഴപ്പായോ? ഹേയ് ഇല്ലടാ, തെറ്റ് സൂപ്പർ സീനിയേഴ്സിന്റെ ഭാഗത്താ. ഒരു കാര്യമില്ലാതെ ധ്രുവേണി റോഷനും ചെന്ന് ചൊറിയാൻ ചെന്നിട്ടാ. முட்டாள், என் அம்மா கிட்ட நான் என்ன சொல்ல போறேன்? இப்படி ஏதாவது நடந்துச்சு அவருக்கு தெரிஞ்சா கண்டிப்பா அப்ப இங்க வருவேன். அப்புறம் ஏன் அங்க பிறந்து எனக்கு ஒரு ஐடியா கிடையாது. ഹായ് ശരി, അമ്മ അറിഞ്ഞാലല്ലേ. നീ പറയാതിരുന്ന മതിടി. പ്രോബ്ലം സോൾവ്. ஹே லூசு, முட்டாளா நீ? அவன் பிரின்ஸை கொடுத்தானே. அப்புறம் இப்படி ஒரு ചെറിയ விஷயம் நடந்தா பிரின்ஸ் என் அப்பா கிட்ட சொல்லக்கூடாதுன்னு நினைச்சியா நீ? ഈശോ, അത് ശരിയാണല്ലോ. നിന്റെ അപ്പ അത്ര സീനൊന്നല്ലെന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാടില്. யாரு? என்னோட அப்பாவா? அவ முன்னாடி வந்ததில்ல, அப்புறம் உனக்கு தெரியும் அவ பாவம் இல்லைன்னு. ഡാ, നീ ഇത് എന്ത് നോക്കി നിക്കൂടെ പോട്ടാ? വേണ്ടടാ, അവന്റെ ഹാർട്ട് ഇതേ പടപെടാന്നിരിക്കുന്നുണ്ട്. ആടാ, ആദ്യേട്ടാ ഒരാളെ കാണുമ്പോൾ അവന്റെ ഹാർട്ട് ഇതുപോലെ ബീറ്റ് ചെയ്യണത്. പിന്നെ നീ എന്ത് വായി നോക്കി നിക്കുവാ? മണ്ട, അമ്മ വിടടാ. ആ വിടാം വിടാം. എടാ കൊണ്ടടാ, കൊണ്ട് 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 അമ്പ് കൊണ്ട്. ഓ man. ജയിച്ചു ജയിച്ചു ജയിച്ചു, നമ്മൾ ജയിച്ചു. പറയൂ ബേബേ. എന്താടാ? സത്യം പറ, നീ കാമദേവൻ തന്നെയാണോ അതോ പിള്ളേരുടെ ബാലവീറോ? അങ്ങനൊന്നുമില്ല, ഞാൻ എല്ലായിടത്തും ഉണ്ട്. എന്നെ നോക്കി നിൽക്കണ്ടേ, നീ അവിടെ ഫോക്കസ് കൊടുക്ക്. ലവന്റെ മേത്തൂടെ കൂടെ വിടും. ഹേയ് അത് വേണ്ട, ഞാനത് ഓൾറെഡി വിട്ടതാ. ഇവിടെ നീ അമ്പ വിടാത്തവരെ മേത്തൊക്കെ വിട്ടിട്ട് വരാം. അവന്റെ മേത്ത് അമ്പ് കിട്ടുന്ന അതെങ്ങനെ? പാർട്ട്ണർ ഇവനല്ലേ? ഇവര് രണ്ട് ഇപ്പോഴല്ലേ കാണണ്ടേ? എങ്ങനെ ഉണ്ടടാ മോനെ? ഓക്കെ അല്ലേ നീ? ഹാ ചേട്ടാ, കുഴപ്പമില്ല. ചെറിയൊരു പെയിൻ ഉണ്ട്, ബട്ട് ഓക്കെയാ. ഹാ അതെ അതെ അതെ, അതുകൊണ്ടായിരിക്കും പൊന്നുമോൻ ഇത്ര നേരം ഇവിടെ കിടന്ന് ആ എന്നും പറഞ്ഞു ഒച്ച വെച്ചത്. തിണ്ടിയേ. உனக்கு பெயின் இருக்குன்னா சொல்லு, ஹாஸ்பிட்டலுக்கு போகல. ഏയ് അതൊന്നും വേണ്ട ചേട്ടാ, ഞാൻ ഓക്കെയാ. டேய் அண்ணா, ഹാ നീ ഇങ്ങ ഇരിക്കയാ? സോറി, സുത്തമാ പാക്കാതടി.
அதெல்லாம் விட்டுடு. அது இப்ப விஷயம். பிரின்ஸ் நிஜம் அப்பா கிட்ட ஃபோன் பண்ண போறேன். அப்புறம் என்ன ஆக போறதுன்னு தெரியும் உனக்கு? ஹே ஹே, கொஞ்சம் ஸ்லோவா பேசுடி. இந்த மாதிரி டென்ஷன்ல எதுக்கு? சரி வேணாம், நான் அங்க சிரிச்சுட்டே இருக்கலாம் போதுமா? ஐயோ, கோவப்படாதே. சரி, அப்பா பிரச்சனை தானே, அது நான் பாத்துக்கலாம். ஓகேவா? நிஜமா? ஆமா, நிஜமா. அல்ல, இவ யாரு? ஹோ, இவரா? இதான் என்னோட பெஸ்டி ஆன்மரியா. ഡേ അതാടാ എന്റെ ഇവന്റെ സിസ്റ്റർ. അത് ഈ കൊച്ചായിരുന്നോ? കണ്ടാ തോന്നൂലല്ലോടാ, നിന്നെ പോലെയല്ല, നല്ല പാവം കൊച്ചി. ഹാ ഉവ്വ, പാവല്ല പാവയ്ക്ക. പോടാ. ഹെടാ, ദേ ഇതാന്റെ പെങ്ങള് ജനനി. എടാ വാ പോകാം. ദേ ഇപ്പൊ രേഷ്മ മിസ്സിന്റെ ക്ലാസ്സാ. അസൈൻമെന്റ്. അയ്യോ, ഞാനത് മറന്നു. ഡാ വാ. എന്നാ ശരി പിള്ളേരെ, ഈവനിങ് ഞാൻ കാണാവേ. എന്ത് നോക്കുവാടാ, വാട പൊട്ടന്മാരെ. ആ ദേ വരുന്നടാ. എത്ര നാള് നീ എന്നിങ്ങനെ മാറ്റി നിർത്തും? ലെറ്റ്സ് സീ. അന്ന് കേരളത്തിൽ വെച്ച് കണ്ടപ്പോ മുതലേ എന്റേതായി കണ്ടതാ നിന്നെ. ഇപ്പോ വാശി പിടിച്ച് ഇങ്ങോട്ട് വന്നത് പോലും നിനക്ക് വേണ്ടി തന്നെയാ. ഐ ലവ് യു അർച്ച. എന്താണ്, ഉറപ്പൊന്നില്ലേ? ഹേ, ഞാൻ വെറുതെ ചുമ്മാ. ഇങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ എന്റെ പൊന്നുമോൻ ആ കൊച്ചിന്റെ കയ്യിൽ മേടിച്ച് കൂട്ടും കുറെ. എന്റെ പൊന്നു വിശ്വ, ഇങ്ങനെ പുറകെ നടന്നതിനെ വെറുപ്പിക്കണോ? ഞാൻ എത്ര വട്ടം പറഞ്ഞതാ നിന്നോട് നമുക്ക് അവരെ വീട്ടിൽ ചെന്ന് പെണ്ണ് ചോദിക്കാന്ന്. അപ്പാ, ഞാൻ അവളെ തന്നെ കെട്ടു, നോ ഡൗട്ട്സ്. പക്ഷേ ഞാൻ പെണ്ണാലോചിച്ച് ചെല്ലുമ്പോ അത് അവൾ എന്നെ നന്നായി അറിഞ്ഞതിന് ശേഷം മാത്രമേ ആകാവൂന്ന് എനിക്കൊരു ചെറിയ നിർബന്ധം. എന്നെ എന്റെ വീട്ടുകാരെയും എല്ലാവരെയും പറ്റി അവൾ അറിഞ്ഞിരിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം. അത് എന്താ പറയാ, ഒരു ലവ് ആൻഡ് അറേഞ്ച് മാരേജ് പോലെ. നിന്റെ ഇഷ്ടം. ആ പിന്നെ കോളേജിൽ നിന്ന് പ്രിൻസിപ്പൽ വിളിച്ചിരുന്നു. സസ്പെൻഷൻ കഴിഞ്ഞ കോളേജിലെത്തിയ ധ്രുവ മഹേശ്വരന്റെ പുതിയ വിശേഷം അറിയിക്കാൻ. അപ്പൊ ശരിക്കും എന്താ ഉണ്ടായെന്ന് വെച്ചാ, വേണ്ട, അവന്റെ വക്കാലത്ത് കൊണ്ട് എന്റെ അടുക്കൽ ആരും വരണ്ട. എനിക്കറിയായിരുന്നു അവൻ എന്തായാലും നിന്നെ വിളിച്ച് പറഞ്ഞു കാണുന്നു. ദേ വിശ്വ, അടി ഈ ഒരു ഒറ്റ കാര്യം മാത്രം ഞാൻ ഒരാളുടെ കാര്യത്തിൽ സപ്പോർട്ട് ആക്കത്തില്ല. അറിയാമോ നിനക്കത്? നന്നായിട്ട് അറിയാം. പക്ഷെ അപ്പ ഇങ്ങോട്ട് വന്ന് ചൊറിഞ്ഞ് വാങ്ങിയിട്ടേ പോകുന്നാണെങ്കിൽ പിന്നെ എന്തോ ചെയ്യും? അപ്പന് നന്നായി അറിയാം ധ്രുവ് ഒരിക്കലും ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങൾക്ക് അടിയുണ്ടാക്കില്ലെന്ന്. അത് ഞാൻ പ്രത്യേകം പറഞ്ഞു തരണോ? വേണ്ട, എനിക്കറിയാം, എല്ലാം അറിയാം. പക്ഷെ അവൻ അടി ഉണ്ടാക്കിയത് കേട്ടാ എന്റെ നെഞ്ചിൽ തീക്കല്ല കോരിയിട്ട് കണക്കാം. അതെന്തുകൊണ്ടാണ് നിനക്ക് ഞാൻ പറഞ്ഞു തരണോ? പഴയതൊന്നും ഇപ്പോഴും കൺമുന്നിൽ ഇതുവരെ മറഞ്ഞു പോയിട്ടില്ല. എന്തായാലും നാളെ മോർണിംഗ് ഫ്ലൈറ്റിന് തന്നെ ഞാൻ അവന്റെ അടുത്തോട്ട് പോകുക. നീ എന്തായാലും നാളെ തന്നെ ജോയിൻ ചെയ്യുകയല്ലേ? ആ അപ്പാ, പിന്നെ പോകുന്നതൊക്കെ കൊള്ളാം. എന്റെ ചെക്കനെ എങ്ങാനും വേദനിപ്പിച്ച അവൻ എന്റെ കൊച്ചാന്നുള്ള കാര്യം ഓർമ്മ വേണം, കേട്ടല്ലോ? ഹോ, എനിക്കറിയാം. അവന്റെ തന്ത ഞാനാണേലും തന്തയുടെ സ്ഥാനം മൊത്തം നിനക്കല്ലേ?
എന്റെ പൊന്നു ജെന്നി, നോക്കിയും കണ്ടൊക്കെ അറേഞ്ച് ചെയ്. എന്തേലും കുറവ് വന്നാ പിന്നെ അത് മതി. ഞാൻ നോക്കി തന്നെയല്ലേ ചെയ്യുന്നത്, കണ്ടില്ല നിനക്ക്? കണ്ടു അതുകൊണ്ടാ പറഞ്ഞത്. അല്ല, ആർച്ചാമ്മയും ഇതുവരായിട്ട് വന്നില്ലേ? അറിയത്തില്ല, ഞാനിവിടെ വന്നപ്പോ മുതലേ ആളെ കണ്ടിട്ടില്ല. കർത്താവേ, സാർ ഇപ്പൊ വരും. ഈ മാം ഇതിവിടെ പോയി കിടക്കുക. ഏബിൾ, he's here now. എന്ത് നോക്കി നിക്കുവാ? വാ പെണ്ണെ. ദാ വരുന്നു. എന്നാ ലുക്കാടി കാണാൻ. He looks so handsome. ഗുഡ് മോർണിംഗ് സർ. വേഴ്സ് മിസ് ആർച്ച? അത് സാർ, മാം ഇത്ര നേരമായിട്ടും വന്നിട്ടില്ല. ഇപ്പൊ എത്തും. കർത്താവേ, എന്ത് പറ്റിയതാ? സാർ മാമിനെ തീർക്കുവോ? എന്നാലും മാം എന്ത് ഇത്ര ലേറ്റ് ആകുന്നേ? എത്തി. ഓ, മാം വന്നോ? മാമിന് 100 ആയിസാറ്റു മാം. മാം ഇപ്പോഴൊന്നും ചത്തു പോകത്തില്ല. മിണ്ടാ തിരിയടി കുരുപ്പ്. സാറ് വന്നോടാ? പിന്നെ സാർ കറക്റ്റ് സമയത്തിന് ഇങ്ങ് എത്തിയിട്ടുണ്ട്. മഹാദേവാ. May I come in, sir?